പണ്ടെടുത്തൊരു രാജകുമാരൻ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിൻ്റെ മകൻ രാജകുമാരന് ഭയങ്കര പേടിയായിരുന്നു. യോദ്ധാവാവേണ്ട അടുത്ത ജനറേഷനിൽ അടുത്ത തലമുറ മാറ്റം വരേണ്ടത് ഇവനിലൂടെയാണ്. അപ്പം ഇവൻ്റെ അടുത്താണ് രാജപദവി അടുത്തായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവൻ്റെ പേടി കാരണം രാജാവിന് ആകെ പൊറുതി മുട്ടി. കാരണം ഇനി ഇവന് ലെഗസി ഇല്ലാതായി പോകും, ഒരു പാരമ്പര്യം ഇല്ലാതായി പോകുമല്ലോ ഉള്ളത് ഈ ഒരു പേടി കാരണം. അപ്പം രാജാവ് വിചാരിച്ചു ഇവനെ എങ്ങനെയെങ്കിലും ധൈര്യശരിയാക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് രാജാവ് വിചാരിച്ചു അതിൻ്റെ മണ്ടയ്ക്ക് ഇവന് ഈ കിടക്കുന്ന കട്ടിലിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് നല്ല വെയിറ്റ് ഉള്ള ഒരു വാൾ കനം കുറഞ്ഞ ഒരു നൂല് കെട്ടിയിട്ടു. അപ്പോൾ ഇവൻ വീണ് കഴിഞ്ഞ് ഇത് പൊട്ടി വീണ് പോയി കഴിഞ്ഞാൽ നേരെ വന്ന് ഇവൻ്റെ നെഞ്ചത്ത് കുത്തുന്ന രീതിയിൽ അവൻ ചത്തു പോകുന്ന രീതിയിൽ ആക്കി കെട്ടിയിട്ടു. അപ്പം കുറേ നാൾ അവൻ ഉറങ്ങാതെ ഇതിനകത്ത് നോക്കി കിടന്ന് ലാസ്റ്റ് പേടിച്ച് കുറേ നാൾ പേടിച്ച് കിടന്ന് ലാസ്റ്റ് ഒരു ദിവസം അങ്ങനെ അവൻ ഉറങ്ങിത്തുടങ്ങി. അപ്പം പിന്നെ അങ്ങോട്ടുള്ള സമയങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഉറങ്ങി. അവൻ അതിൻ്റെ കീഴിൽ തന്നെ കണ്ട് അത് നോക്കിക്കൊണ്ട് തന്നെ കിടന്നുറങ്ങി. അപ്പോൾ അങ്ങനെ ഇവനെ കുറേ നാൾ കഴിഞ്ഞ് നല്ല ഒരു ധൈര്യശാലിയായിട്ട് ഇവൻ യോദ്ധാവാകുന്നതായിട്ടാണ് കഥ. അപ്പോൾ അന്നേരം കുറേ നാൾ കഴിഞ്ഞ് ഇവ യോദ്ധാവായി കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, അച്ഛൻ നിങ്ങൾ എന്നെ അടുത്തെന്നാലും ഇത്രയും വലിയ വാൾ വെട്ടിയിട്ടില്ല, അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചത്തുപോത്തില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറയും, മോനെ അത് നല്ല കട്ടിയുള്ള നൂലായിരുന്നു, 10 പേര് പിടിച്ചാൽ പോലും പൊട്ടാത്ത രീതിയിലുള്ള കമ്പി നൂലായിരുന്നു എന്ന് പറയും. അപ്പോൾ നിന്നെ ഞങ്ങൾക്ക് ധൈര്യശാലിയാക്കാൻ അതേ ഉള്ളൂ കഴിയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന തലമുറ പുതിയ തലമുറയിൽ നമ്മൾ എന്ത് പഠിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിഫെൻസ് ചെയ്യാനുള്ള നമ്മുടെ അടുത്തേക്ക് വരുന്നതിനെ എല്ലാം പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എല്ലാ അച്ഛന്മാരും എല്ലാ മാതാപിതാക്കളും അത് പഠിപ്പിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഒഴിഞ്ഞു മാറുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന പ്രശ്നങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ പഠിപ്പിച്ചെടുത്തിരിക്കും.